Hello everyone, welcome to Aspirants Academy. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസ് ഇട്ടതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന കുറച്ച് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന ടൈപ്പ് വീഡിയോ ചെയ്യുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് റിവിഷൻ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നോക്കേണ്ടത്, ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ ഞാൻ വെച്ചത് ആപ്റ്റായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. കാരണം ഇനിയിപ്പോൾ അടുത്ത സ്റ്റേജ് വരുന്നത് October 19th. അപ്പോൾ അതിലേക്ക് നമ്മൾ വിട്ടു പോവാതെ നിർബന്ധമായി നോക്കേണ്ട ചില പോർഷൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ളതായിരിക്കും, ഓൾറെഡി ഒരു 10 times ഒക്കെ റിവിഷൻ കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. എന്നാലും എക്സാമിന് ഒരു 10 ദിവസം മുന്നേ നോക്കുന്ന, അല്ലെങ്കിൽ എക്സാമിനൊരു ഒരാഴ്ച മുന്നേ നോക്കുന്നതും അതിന് മുന്നേ നോക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പ് ടോപ്പിക്സ് എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഇനിയിപ്പോൾ ഇന്ന് 10th അല്ലേ, ഇപ്പോൾ 10th എന്ന് പറയുമ്പോൾ ഇനിയൊരു 8-9 days ഉണ്ട്. ആ ഒരു 8-9 days കൊണ്ട് നിങ്ങൾ കവർ ചെയ്യേണ്ട പോർഷൻസ് ആണ്. അത്ര വലിയ ടൈമൊന്നും എടുക്കില്ല, കാരണം നിങ്ങൾ ഓൾറെഡി ഒരു കുറേ ടൈം റിവിഷൻ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്സ് ഒക്കെ എടുത്ത് വെക്കുക, സിലബസ് കയ്യിൽ പിടിക്കുക. പിന്നെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ സിലബസ് കൈ പിടിച്ചിട്ട് നിങ്ങൾക്ക് നോക്കണം എന്ന് നിർബന്ധമായിട്ട് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കവർ ചെയ്യുക. അതല്ല എങ്കിൽ ഈ ഒരു പറയുന്ന ടോപ്പിക്സ് നിർബന്ധമായിട്ട് കവർ ചെയ്യണം. ഒന്നാമതായിട്ട് ഫസ്റ്റ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു ടോപ്പിക്കാണ് സുപ്രധാന നിയമങ്ങൾ. നമ്മൾ എത്രയൊക്കെ സുപ്രധാന നിയമങ്ങൾ ഇപ്പോൾ 2 മാസം മുന്നേ 3 മാസം മുന്നേ ഒക്കെ എത്രയൊക്കെ പഠിച്ച് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എഴുതി നോട്ട് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാലും എക്സാമിൻ്റെ സമയത്ത് നമ്മൾ പോകുമ്പോഴും എഴുതുമ്പോഴും നമുക്ക് കൺഫ്യൂഷൻസ് വരും. ഇയർ ആണെങ്കിലും ഇപ്പോൾ അതിൻ്റെ കാലാവധി ആണെങ്കിലും എന്നാണ് നിലവിൽ വന്നത്, അതിൻ്റെ ചെയർമാൻ ആരാണ്, എത്ര അംഗങ്ങളുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ നിയമങ്ങളിലും ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ആ കൺഫ്യൂഷൻ ഇല്ലാണ്ടാക്കണമെങ്കിൽ എക്സാമിന് ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ 2 ദിവസം മുന്നേ, 2 ദിവസം മുന്നേ എങ്കിൽ ഈ സുപ്രധാന നിയമങ്ങളെല്ലാം ഒന്ന് ഓടിച്ചിട്ട് നോക്കി ഒന്ന് കൃത്യമായി ഒന്ന് പോയിന്റ് വൈസ് ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ബുക്കിലോ എഴുതി വെച്ചിട്ട് അങ്ങനെ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് പോകുമ്പോൾ കുറച്ചും കൂടി മെമ്മറൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്നത് എന്തായാലും മസ്റ്റായിട്ട് എക്സാമിന് 2 ദിവസം മുന്നേ വരെ നോക്കിയിട്ട് പോകേണ്ട ഒരു ഐറ്റമാണ് ഈ സുപ്രധാന നിയമം. പിന്നെ നമ്മൾ നോക്കേണ്ടത് കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇയർ നിർബന്ധമാണ്, കാരണം ക്രൊണോളജിക്കൽ ഓർഡറിൽ വേണമെങ്കിൽ ചോദിക്കാം. അപ്പം നിർബന്ധമായിട്ടും കേരളത്തിലെ പ്രക്ഷോഭങ്ങളുടെ ഇയറും അതിനെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി റിവിഷൻ ചെയ്തിട്ടുള്ളതാണ്, എന്നാലും ഒന്ന് നോക്കി വെച്ചേക്കണം. കാരണം അതും തിരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്സാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും നോക്കിയിട്ട് പോകണം. ഇനി അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് നമ്മുടെ വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, യുഎൻഒ പറ്റിയൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ടല്ലോ. യുഎൻഒ അങ്ങനെ ഇൻ്റർനാഷണൽ സംഘടനകളെ പറ്റിയിട്ടൊക്കെ ഉള്ള ടോപ്പിക്സ് ഇപ്പോൾ വരുന്നുണ്ട് എക്സാമിന്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. വേൾഡ് വാറിൻ്റെ നമ്മുടെ ശീതയുദ്ധങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പേഴ്സണാലിറ്റീസ്, അല്ലെങ്കിൽ ഇയർ, അതിൻ്റെ ഇവൻറ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ഒന്ന് ഷുവറാക്കി വെക്കുക. ഇന്നതാണ് എൻ്റെ ഇയർ, അല്ലെങ്കിൽ ഇന്ന ആളോട്ട് ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ ഒന്ന് ഷുവറാക്കി വെക്കുക, നല്ല. അതുപോലെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരിക്കലും മാറ്റിവെക്കാണ്ടത്ത ഒരു ടോപ്പിക്സാണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അതേപോലെ ആനുകാലികം അല്ലെങ്കിൽ CA എന്ന് പറയുന്നത്. ഈ 4 ടോപ്പിക്ക് ഒരു ദിവസം പോലും നിങ്ങൾ വിടാതെ, അത് ഈ റിവിഷൻ ടൈമിലല്ല, നിങ്ങൾ ഫസ്റ്റ് തൊട്ട് പഠിച്ചു തുടങ്ങുന്ന ടൈമിൽ തന്നെ ഈ 4 ടോപ്പിക്കും ഡെയിലി ബേസിസിൽ നിങ്ങൾ കൊണ്ടുപോകണം. മാത്സും ഇംഗ്ലീഷും മലയാളവും CA, ഈ ടോപ്പിക്സ് ഡെയിലി ബേസിസിൽ ഈ റിവിഷൻ ടൈമിലും കൊണ്ടുപോകും. അതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുക. ഇത് മാറ്റി വെച്ചിട്ട് വേറൊരു റിവിഷൻ ഇല്ല. അപ്പോൾ ഇത് എന്തായാലും ഒരു ഡെയിലി ബേസിസിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഭരണഘടനയിൽ ഒരു നല്ലൊരു പെർസെൻറ്റേജ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതാണ്. അപ്പോൾ ഭരണഘടന ഒരിക്കലും മാറ്റി വെക്കരുത്. ഭരണഘടന നിങ്ങൾ ഓൾറെഡി കുറേ വട്ടം റിവിഷൻ ചെയ്തിട്ടുള്ളതായിരിക്കും, പക്ഷേ ലാസ്റ്റ് ടൈം റിവിഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾസ് ഒന്ന് നോക്കി ഷുവറാക്കി വെക്കുക. അതുപോലെ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, നമ്മുടെ CAG, അറ്റോർണി ജനറൽ, സോളിസിറ്റർ ജനറൽ, ഇതൊക്കെ ചെറിയ ചെറിയ ടോപ്പിക്കായി. പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻ്റൊക്കെ അത്യാവശ്യം ഉണ്ട്. ഗവർണർ, ഇതൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിലും CAG, സോളിസിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ, ഇതൊക്കെ ചെറിയ ചെറിയ ടോപ്പിക്സ്, അതൊക്കെ പെട്ടെന്ന് തീരുന്ന ടോപ്പിക്സ്. അതിൽ സുപ്രീം കോടതി, ഹൈക്കോടതി, ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ അമെൻമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും നോക്കിയിട്ടേ പോവാവും. നമ്മൾ നേരത്തെ പഠിച്ചാണെങ്കിൽ എക്സാമിന് ഒരു കുറച്ച് ദിവസം മുന്നേ നോക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് ചോദിച്ചാൽ എനിക്ക് എഴുതാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉള്ളത് തന്നെ എക്സാം അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റിയാണ്. പിന്നെ നമ്മൾ നോക്കാനുള്ളത് ജോഗ്രഫിയാണ്. ജോഗ്രഫിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അങ്ങനെ ധാരാളം വരുന്നുണ്ട്. ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും SCRT എന്തായാലും കവർ ചെയ്യണം. NCERT നിന്ന് വരുന്നുണ്ട് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ NCERT റിവിഷൻ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ റിവിഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷേ SCRT മസ്റ്റായിട്ട് കവർ ചെയ്യേണ്ടത് ലൈക്ക് ഭൂരൂപങ്ങൾ, ഭൂപടം, പിന്നെ കാറ്റ്,
ഭൂമിയുടെ ഘടന, പിന്നെ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഘടന, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നമുക്ക് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ തിരിഞ്ഞു പോവാതെ കറക്റ്റായിട്ട് നോക്കി വെച്ച് കഴിഞ്ഞാൽ എക്സാമിൻ്റെ സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നോക്കാം എവിടെയാണ് ലെയർ, ഏത് ലെയറിലാണ് ഇന്ന ടൈപ്പ്. ഇപ്പോൾ നോക്ടിലൂസിൻ്റെ നാക്രിയസ് മേങ്ങളൊക്കെ ഉണ്ട്. ഇത് കറക്റ്റായിട്ട് ഏത് ലെയറിലുള്ളതാണ്, ഇന്ന ലെയർ എത്ര ഹൈറ്റ് വരെയുള്ള, അല്ലെങ്കിൽ എത്ര ഹൈറ്റ് തൊട്ട് എത്ര ഹൈറ്റ് വരെയാണ് ഇന്ന ലെയർ ഉള്ളത്, ഇന്ന ലെയറിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ഒരു 10 മീറ്റർ പോകുമ്പോൾ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ കുറയുന്നത്, ഓരോ ലെയറിലും ഓരോ ടൈപ്പാണ് ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്നത്. അപ്പോൾ അതൊക്കെ വന്ന് കൃത്യമായിട്ട് പഠിച്ചു പോകുക. അല്ലെങ്കിൽ അവിടെ പോയിട്ട് കൺഫ്യൂഷൻ ആവും, അയ്യോ ഇത് ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു, അപ്പോൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം. പിന്നെ നമ്മൾ ബയോളജിയിലേക്ക് വരുമ്പോൾ നമ്മുടെ വൈറ്റമിൻസ്, ഹോർമോൺസ്, ഈ 2 ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻസും ഹോർമോൺസും എക്സാമിന് 2 ദിവസം മുന്നേ എന്തായാലും നോക്കി. ഇതുപോലെ ഞാൻ ഈ പറയുന്ന ടോപ്പിക്സ് നിങ്ങൾക്ക് എക്സാമിന് 2 ദിവസം മുന്നേ നോക്കാനുള്ള ടോപ്പിക്സ് അല്ല ഇതെല്ലാം. ഇന്ന് തൊട്ട് നോക്കി തുടങ്ങുക, ഇതെല്ലാം ഇന്നോട്ട് നോക്കി തുടങ്ങുക. അപ്പോൾ അത് വൈറ്റമിൻസും ഹോർമോൺസ് എന്നൊക്കെ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ്. മസ്റ്റായിട്ട് ഇതൊന്ന് ക്വസ്റ്റ്യൻ വരുന്നത് തന്നെയാണ്. രോഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ജലജന്യ രോഗങ്ങൾ ഇതിൽ ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് ഈ രോഗം ഉണ്ടായെന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനെ രോഗങ്ങളുടെ പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോർമോൺസ് ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ എക്കണോമിക്സിൻ്റെ പോർഷൻ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ട്രെൻഡിങ് ടോപ്പിക്സ് ഒക്കെ തന്നെയാണ്. നീതി ആയോഗ്, GST, പിന്നെ ഹരിത വിപ്ലവം, 1991 ന്യൂ ഇക്കണോമിക് പോളിസി, പിന്നെ നമ്മുടെ ചെറിയ ടേംസ് ഉണ്ട്, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ലൈക്ക് GDP, GNP, NNP, ഇങ്ങനെയൊക്കെയുള്ള ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. നാഷണൽ ഇൻകം എന്താണ്, ദേശീയ വരുമാനം എന്താണ്, അതുപോലെ പണപ്പെരുപ്പം വരുമ്പോൾ എന്ത് സംഭവിക്കും, പണച്ചുരുക്കം വരുമ്പോൾ എന്ത് സംഭവിക്കും. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസും നോക്കിയിട്ട് തന്നെ പോകണം. എക്കണോമിക്സ് മാറ്റി വെക്കൽ, എക്കണോമിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ IT പോർഷൻസിൽ നിന്ന് റോം IT പോർഷൻസ്, ഈ എക്കണോമിക്സിൻ്റെ ITൻ്റെ ഒക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിഞ്ഞു പോകും. ഇത് റാമായിരുന്നോ അതോ റോമായിരുന്നോ, സ്വിച്ച് ആയിരുന്നോ, ഹബ്ബായിരുന്നോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് വരാവുന്ന പോർഷനാണ്. അപ്പോൾ നമുക്ക് അറിയുമെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് കുത്താണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തിനാ വെറുതെ നെഗറ്റീവ് അടിക്കുന്നത്? അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാമിന് മുന്നേ ഇതൊക്കെ ഒന്ന് കൺഫേം ആക്കി വെക്കാം. ഇതിങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ള രീതിയിൽ കൺഫേം ആക്കി വെക്കാം. അപ്പോൾ റോമൊക്കെ എന്താണെന്ന് കൃത്യമായി പഠിച്ചിട്ട് പോകുക. ഇപ്പോൾ ബൂട്ടിങ്ങിനെ സഹായിക്കുന്ന ഏതാണ്, റോമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, അത് റോമാണ്. അതുപോലെ ഇതിൽ അസ്ഥിര മെമ്മറി ഏതാണ്, റോമാണോ അസ്ഥിര മെമ്മറി എന്ന് ചോദിച്ചാൽ അത് റാമാണ്. അങ്ങനെ കൃത്യമായിട്ട് എപ്പോൾ ചോദിച്ചാലും നമ്മൾ പറയണം. ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചിട്ട് പോവാം. പിന്നെ സെർച്ച് എഞ്ചിനുകളുടെ എക്സാമ്പിൾസ്, ബ്രൗസറുകളുടെ എക്സാമ്പിൾസ്, പിന്നെ നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന മെമ്മറി ഏതാണ്, സെക്കൻഡ് ജനറേഷനിൽ ഉപയോഗിക്കുന്ന മെമ്മറി ഏതാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പോവുക. മാന് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, അതും നോക്കിയിട്ട് പോവുക. അതൊക്കെ എവിടെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്, അതിൻ്റെ ഫുൾ ഫോം എവിടെയാണ് അത് യൂസ് ചെയ്യുന്നത്, അതൊക്കെ നോക്കിയിട്ട് പോവുക. പിന്നെ സ്വിച്ച്, ഹബ്ബ്, ഇങ്ങനെയൊക്കെയുള്ള ഡെഫിനേഷൻസ് നോക്കാം. ഇത്രയൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട പോർഷൻസ്. ഇത്രയൊക്കെയാണ്. പിന്നെ നിങ്ങളിത് എവിടെ നിന്നാണ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈഡിലുണ്ട്. ഡിഗ്രി ലെവൽ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ഡിഗ്രി ലെവൽ ടാലൻറ്റിൻ്റെ ലക്ഷ്യയുടെ ഡിഗ്രി ലെവൽ ഗൈഡാണ് ഇരിക്കുന്നത്. അതിലില്ലാത്ത ഒന്നുമില്ല, എല്ലാ ടോപ്പിക്സും അതിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പം അത് ഗൈഡ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ഉണ്ടാവും. പിന്നെ കേരളത്തിലെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണെങ്കിലും നവോത്ഥാനം ഞാൻ വിട്ടുപോയി. നവോത്ഥാനം നോക്കിയിട്ട് പോകാം. നവോത്ഥാനമൊക്കെ നിങ്ങൾ ഫസ്റ്റ് തൊട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നവോത്ഥാനമൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പോയാൽ മതിയല്ലോ. അപ്പോൾ അത് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചോദിക്കും. ഒരു ക്വസ്റ്റ്യനൊക്കെ എന്തായാലും മസ്റ്റാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഗൈഡ് നോക്കുക, ഗൈഡിൽ എടുത്ത് വെച്ച് വായിക്കുക. അല്ലെങ്കിൽ നമുക്ക് ടെലഗ്രാമിൽ ഇല്ലാത്തവരാണെങ്കിൽ ടെലഗ്രാം ചാനൽസിൽ PS റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ചാനൽസ് ഉണ്ട്. അവർ PDF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ചാനലാണ് വൊക്കാബ്സ്പീഡിയ. ശരിക്കും ഇതൊരു പ്രൊമോഷനൊന്നും അല്ല, ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ പറയുന്നതാണ്. വൊക്കാബ്സ്പീഡിയ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതിൽ ഇല്ലാത്ത PDF ഒന്നും ഇല്ല. അവരുടെ PDF എന്ന് പറയുന്നത് SCRT, NCRT അങ്ങനെ എവിടെ നിന്നൊക്കെ അവർക്ക് സോഴ്സിൽ നിന്ന് അവർക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ അവർ കളക്ട് ചെയ്തിട്ട് അവരൊരു ഇതുണ്ടാക്കി ഒരു PDF ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അവരുടെ ആ PDF വായിച്ചതിന് തന്നെ എല്ലാം കിട്ടും. SCRT എന്നുള്ളത് കിട്ടും, NCRT എന്നുള്ളത് കിട്ടും, എവിടെ നിന്നൊക്കെ വേണമെങ്കിലും നമുക്ക് കിട്ടും. അവർക്ക് തന്നെ സുപ്രധാന നിയമങ്ങളുടെ PDFകളുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് നോക്കി വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ ബുക്ക് എടുത്തിട്ട് റിവിഷൻ നടത്തുക. അല്ലെങ്കിൽ ടെലഗ്രാം ചാനൽസിൽ നിന്ന് നിങ്ങൾ PDF എടുത്ത് വായിക്കുക. പിന്നെ നിങ്ങളിങ്ങനെ വായിക്കുന്ന കൂട്ടത്തിൽ പോൾസ് ചെയ്യുക. ടെലഗ്രാമിൽ പോൾസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ പോൾസ് ഇപ്പോൾ CA റിലേറ്റഡ് ആയിട്ടുള്ള പോൾസ് ഉണ്ടാവും, മലയാളം റിലേറ്റഡ് ആയിട്ടുള്ള പോൾസ് ഉണ്ടാവും, ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള പോൾസ് ഉണ്ടാവും. പോൾസുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് എവിടെയെങ്കിലും കണ്ടിട്ട് ഒന്നും വിടരുത്, എല്ലാം വായിച്ചു വെക്കുക. കാരണം ചിലപ്പോൾ വെറുതെ നമ്മൾ വായിച്ച് വെക്കുന്നതായിരിക്കും. വെറുതെ വായിച്ച് വിടരുത്, വായിച്ചിട്ട്
എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്തോടെ വെക്കുക. കാരണം വെറുതെ വായിച്ചിട്ട് തന്നെ എക്സാമിന് ചോദിക്കുമ്പോൾ ഇത് ഞാൻ വായിച്ചാണ് പക്ഷെ എനിക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നില്ല എന്നുള്ള രീതിയായിരിക്കും. അപ്പോൾ അവർ എന്തെങ്കിലും വെച്ചൊന്ന് കണക്ട് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയിരിക്കുമ്പോൾ നമ്മളത് വായിക്കുമ്പോൾ ഞാൻ ഇത് വെച്ച് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇത് തന്നെയാണ് ആൻസർ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ക്ലിക്കാവും. അപ്പോൾ ആ രീതിയിൽ നോക്കുക. അപ്പോൾ നമ്മുടെ എക്സാമിന് ഒരാഴ്ച എന്ന് പറയുമ്പോൾ ഭയങ്കര ക്രൂഷ്യൽ പോയിൻ്റാണ്. എന്തൊക്കെ വായിക്കാൻ പറ്റുമോ അതൊക്കെ വായിക്കുക. റിവിഷൻ മസ്റ്റാണ്. ഈ കാര്യങ്ങളൊന്നും നോക്കാണ്ട് പോകരുത്. 5 ഇയർ പ്ലാൻ അതൊന്നും നോക്കാതെ പോകരുത്. പക്ഷേ നമുക്ക് എന്തൊക്കെ വായിക്കാൻ കിട്ടുന്നുണ്ടോ അതൊക്കെ വായിച്ചിരിക്കണം, ഉറപ്പായിട്ട് വായിച്ചിരിക്കണം. കാരണം അതൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ചില പിള്ളേർ പറയുന്ന കേൾക്കാം, എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പറയുന്ന കേൾക്കാം, ചിലർക്ക് ഈ പരീക്ഷ ടൈം എത്തുമ്പോൾ ഭയങ്കര ടെൻഷനായിട്ട് എക്സാമിന് 2 ദിവസം മുന്നേ തന്നെ ബുക്കൊക്കെ പൂട്ടി വെക്കുന്നു. ടെൻഷനായിട്ട് പിന്നെ പഠിക്കാനൊന്നും പറ്റാണ്ട് ബുക്കൊക്കെ പൂട്ടി വെക്കുന്നു. അതൊക്കെ ശരിക്കും ഒരു നെഗറ്റീവ് കാര്യങ്ങളാണ്. കാരണം നമ്മൾ എക്സാമിന് ചിലപ്പോൾ 5 മിനിറ്റ് മുന്നേ ഹാളിൽ കയറുന്ന 5 മിനിറ്റ് മുന്നേ നോക്കിയിട്ട് പോകുന്നതായിരിക്കും ചിലപ്പം ചോദിക്കുന്നത് നമ്മുടെ ലക്കിന്. അപ്പം ഒരിക്കലും അങ്ങനെ പൂട്ടിന്ന് വെക്കാൻ പാടില്ല. എക്സാം ഹാളിൽ എത്തുമ്പോൾ വേണമെങ്കിൽ നോക്കാണ്ടിരുന്നോ, കുഴപ്പമില്ല. പക്ഷെ എന്നാലും തലേദിവസവും കൂടി നമ്മൾ നോക്കണം. കാരണം ചിലപ്പോൾ തലേദിവസം നോക്കുന്ന ഒരു പുതിയൊരു കാര്യമായിരിക്കും പിറ്റേന്ന് എക്സാമിന് ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പേടിച്ചിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ ഒന്നും തലേദിവസം നോക്കാനുള്ള കാര്യങ്ങളൊന്നും നോക്കാണ്ടിരിക്കരുത്. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരാഴ്ച എന്ന് പറയുന്നത് അടിപൊളി റിവിഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു 90% നോക്കാനുള്ള കാര്യങ്ങൾ ഞാൻ കവർ ചെയ്തെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് എവിടേക്കാണ് റിവിഷൻ വേണ്ടത്, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് മറന്നു പോകുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ നിന്നും നിങ്ങൾക്ക് നോക്കേണ്ട കാര്യങ്ങളിലൂടെ നോക്കിയിട്ട് തന്നെ പോകണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.